ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി അധികൃതരുടെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെയും ആശുപത്രിയെ ജനറൽ ആശുപത്രിയായി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടും ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് തിരൂരങ്ങാടി താലൂക്ക് കമ്മിറ്റി ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തി. അധികാരികളെ കണ്ണു തുറക്കൂ. ഈ സമരത്തിൽ കോലം മാറും, കോലം മാറും, ഭാവം മാറും, ആവശ്യങ്ങൾ അംഗീകരിക്കും, ആശുപത്രിയിൽ ഏതെല്ലാം ഡോക്ടർമാരുടെ OP ലഭ്യമാകുമെന്ന വിവരങ്ങൾ അടങ്ങിയ ലിസ്റ്റ് രാത്രി 10 മണിക്ക് ശേഷമാണ് നിലവിൽ പ്രസിദ്ധീകരിക്കുന്നത്. ഇത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല. ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിലെ അനാസ്ഥ അവസാനിപ്പിച്ച് തലേ ദിവസം വൈകുന്നേരം 7 മണിക്ക് മുമ്പ് ഇത് ലഭ്യമാക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. നാളെ ആർക്കാണോ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരെ കാണിക്കാനുള്ളത്, എല്ല് ഡോക്ടറാണെങ്കിൽ അതുപോലെ കണ്ണ് ഡോക്ടറാണെങ്കിൽ അങ്ങനെയുള്ള അവരെ കാണിക്കണ്ടെങ്കിൽ നാളെ ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കിയിട്ട് അവർക്ക് അതിനുള്ള പ്രിപ്പയർ ചെയ്യാം. കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് പോകേണ്ടവരുണ്ടാവും, അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ. അപ്പം നാളെ ഡോക്ടറെ എന്ന് അറിയുകയാണെങ്കിൽ അത് അവർക്ക് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് പോകാം. ഇതിലൊന്നും ഒരു കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടറോ ഒന്നും ഉത്തരവിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഉള്ള ആളുകൾ സമയസന്ധിതമായി സത്യസന്ധമായി ജോലി ചെയ്യുകയാണെങ്കിൽ തീർക്കാവുന്ന പ്രശ്നങ്ങളാണ് ഈ 2 പ്രശ്നങ്ങളും. ജനറൽ ആശുപത്രിയായി ഉയർത്തുക എന്നുള്ളത് മാത്രമാണ് സംസ്ഥാന തലത്തിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ട ഉത്തരവുകൾ. അപ്പം ഇവിടെ ഉള്ള ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾക്ക്. അതിനെതിരെയാണ് ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് മനുഷ്യാവകാശ സംഘടനയായ NFPR ഈ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ സമരത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. NFPR സിന്ദാബാദ്. താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയായി ഉയർത്തുക. കൂടാതെ എക്സ്റേ ലാബ് പരിശോധനയ്ക്കുള്ള പണമടക്കാൻ രോഗികൾ 300 മീറ്ററോളം നടന്ന് OP ടിക്കറ്റ് കൗണ്ടറിൽ ക്യൂ നിൽക്കേണ്ടി വരുന്നത് കടുത്ത ദുരന്തമാണ് സൃഷ്ടിക്കുന്നത്. ഇത് കാരണം പരിശോധനകൾ വൈകുന്ന സാഹചര്യമുണ്ട്. പണമടക്കാനുള്ള സൗകര്യം ലാബിന് സമീപം തന്നെ ഏർപ്പെടുത്തണമെന്ന ആവശ്യം പലതവണ ഉന്നയിച്ചിട്ടും അധികൃതർ മൗനം പാലിക്കുകയാണെന്ന് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ധർണ NFPR സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹീം പൂക്കാത്ത് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് MC അർഫാത്ത് പാറപ്പുറം അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അഷറഫ് കളത്തിങ്ങൽപ്പാറ, ഭാരവാഹികളായ സുലൈഖ സലാം, ഡോക്ടർ മുനീർ ഉള്ളാണം, VP മുഹമ്മദ് ബാവ, ബിന്ദു അച്ചമ്പാട്, ഖദീജ ഉരകം, സീനത്ത് പരപ്പനങ്ങാടി, സുബൈർ ആനങ്ങാടി, കോയ കൊല്ലഞ്ചേരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് 99 തിരൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.